പി തങ്കച്ചൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അസുഖബാധിതനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആശുപത്രിയിലായിരുന്നു അന്ത്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KPCCയുടെ മുൻ അധ്യക്ഷനാണ് പി തങ്കച്ചൻ. കോൺഗ്രസ് നേതാവാണ്, മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം അന്തരിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ആലുവയിലെ ആശുപത്രിയിൽ വെച്ച് അന്ത്യം സംഭവിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പി തങ്കച്ചൻ അന്തരിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവിധ കാലഘട്ടങ്ങളിൽ അദ്ദേഹം MLA ആയി ഇരുന്നിട്ടുണ്ട്. 1982, പിന്നീട് 87, 91, 96 പെരുമ്പാവൂരിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം വിവിധ കാലയളവുകളിൽ നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ത്യം അല്പസമയം മുൻപ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് 86 വയസ്സായിരുന്നു. അനുജ, അല്പസം മുമ്പാണ് പി തങ്കച്ചന്റെ മരണം സ്ഥിരീകരിച്ചത്. മുൻ KPCC അധ്യക്ഷനായിരുന്നു. അതോടൊപ്പം തന്നെ മുൻ മന്ത്രി, UDF കൺവീനർ എന്ന നിലയിൽ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ്, സജീവമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ട ഒരു നേതാവാണ്. അന്ത്യം വൈകിട്ട് 4:00 സംഭവിച്ചത്. ആലുവ രാജഗിരി ആശുപത്രിയിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി ചികിത്സയിലായിരുന്നു. ശ്വാസ സംബന്ധമായ അസുഖത്തോടാണ് ഏതാണ്ട് 2 ആഴ്ച മുമ്പ് പി തങ്കച്ചനെ ആലുവയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഇത്തരത്തിൽ ഈ ആരോഗ്യനില മോശമായെങ്കിലും പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നൊരു പ്രതീക്ഷ എന്തായാലും കോൺഗ്രസ് നേതാക്കളടക്കം പങ്കുവച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോട് തന്നെ ഈ ആരോഗ്യനില വീണ്ടും വഷളാവുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ 4:00 തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, KPCC അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ UDF കൺവീനർ എന്ന നിലയിലടക്കം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മുൻ മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. പെരുമ്പാവൂരായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തട്ടകം. അങ്കമാലിയിലാണ് ജന്മെങ്കിലും പെരുമ്പാവൂരിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലൊക്കെ തന്നെ എത്തിയത്. 1982, 87, 91, 96 വർഷങ്ങളിലാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം നാളായി ഏതാണ്ട് 14 വർഷത്തോളം അദ്ദേഹം UDFന്റെ കൺവീനർ എന്ന നിലയിൽ തന്നെ അദ്ദേഹം സജീവമായി തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും 91 ജൂലൈ 1 മുതൽ 95 മെയ് 3 വരെ അദ്ദേഹം നിയമസഭാ സ്പീക്കർ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് എറണാകുളത്തിന്റെ കോൺഗ്രസിന്റെ മുഖം എന്ന നിലയിൽ തന്നെ പി തങ്കച്ചനെ നമുക്ക് വിശേഷിപ്പിക്കാമായിരുന്നു. എന്തായാലും പി തങ്കച്ചന്റെ അന്ത്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആലുവ രാജഗിരി ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. 86 വയസ്സായിരുന്നു പി തങ്കച്ചനുണ്ടായിരുന്നത്.